ചെറുകിട സംരംഭകരെ പരിചയപ്പെടുത്തുന്ന വിജയഗാഥ എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് സേസ് പുൽപ്പള്ളി മേഖലയിലെ കൂടാടി യൂണിറ്റിലെ ഒരു കൂട്ടം വനിതാ സംരംഭകരെയാണ്. ബിസിനസ്സിൽ യാതൊരു മുൻപരിചയമില്ലാത്ത ഇവരിന്ന് വലിയൊരു വ്യവസായത്തിന് തുടക്കം കുറിക്കുകയാണ്. അവരുടെ വിശേഷങ്ങളിലേക്ക് പോകാം. സംരംഭം തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു ലോൺ ശ്രേയസ് ലോൺ അന്വേഷിച്ച് വന്നിട്ടുണ്ടായിരുന്നു. 10 ലക്ഷം രൂപ ലോൺ എടുത്തിട്ടാണ് നമ്മളൊരു സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ സംഘത്തിൽ ഞങ്ങൾ 10 പേരാണുള്ളത്. 6 പേര് ചേർന്നിട്ടാണ് ഞങ്ങളിത് തുടങ്ങിയിട്ടുള്ളത്. ശ്രേയസിൽ നിന്ന് ഉള്ള ലോൺ ലഭിച്ചത് കൊണ്ടാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഇത്രയും മികച്ച രീതിയിൽ എത്തിക്കാനും പിന്നെ ഒരുപാട് കുടുംബങ്ങൾക്ക് ഇതിലൂടെ തൊഴിൽ നൽകിയിട്ട് അവർക്ക് അവരുടെ കാര്യങ്ങൾ നടത്തിപ്പോരാനും സാധിക്കുന്നുണ്ട്. എനിക്കിത് കട്ടിംഗ് മെഷീൻ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി സ്പീഡാക്കി ചെയ്യാനും ടൈം സേവ് ചെയ്യാനും കുറച്ചുകൂടി എളുപ്പമായിരുന്നു. പിന്നെ നമുക്ക് മുളക് മല്ലിയൊക്കെ പൊടിക്കുന്ന മെഷീനറീസ് ഉണ്ടെങ്കിൽ ഇത് ആരെങ്കിലും സ്പോൺസർ ചെയ്യുന്നെങ്കിൽ കിട്ടുകയാണെങ്കിൽ നല്ലതാണ്. പാലെടുത്തതിന് ശേഷം നമ്മൾ തേങ്ങാപ്പില്ല പിന്നെ സോപ്പ് നിർമ്മാണത്തിന് എടുക്കുന്നുണ്ട്. നമ്മൾ തന്നെ കുറെ സോപ്പ് ഉൽപ്പാദിപ്പിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ സോപ്പിന്റെ കിറ്റ് വാങ്ങിച്ചിട്ട് സോപ്പ് നിർമ്മാണത്തിന് വേണ്ടി നമ്മളത് ഉപയോഗിക്കുന്നുണ്ട്. നമ്മള് പിന്നെ തേങ്ങാപ്പാലും ക്യാരറ്റും മാത്രമാണ്, ശുദ്ധമായ തേങ്ങാപ്പാല് മാത്രം എടുത്തിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. ഇത് നമ്മള് ബേബീസിന് മെയിനായിട്ടുള്ള ന്യൂ ബോൺ ബേബീസിനൊക്കെ തേച്ച് കുളിപ്പിക്കാനും പിന്നെ അവരെ സ്കിന്ന് സംരക്ഷിക്കാനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ മുതിർന്നവർക്കും ഇത് യൂസ് ചെയ്യാം. മുടി വളരാന്, ഹെയർ ഗ്രോത്തിന്, താരൻ, മുടി കൊഴിച്ചിൽ അങ്ങനെയുള്ളവർക്കൊക്കെ യൂസ് ചെയ്യാം. പിന്നെ നമ്മുടെ സ്കിന്നിൽ വരുന്ന അലർജീസ് പിന്നെ നമ്മളെ എന്തെങ്കിലും എട്ടുകാലി പുഴു അങ്ങനെ കരിച്ചാലൊക്കെ നമുക്ക് തേച്ച് കൊടുക്കാം. പിന്നെ നമ്മൾ അടുക്കളയിലൊക്കെ നമ്മൾ എന്തെങ്കിലും പാചകം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ചെറുതായിട്ടുള്ള പൊള്ളലിനൊക്കെ നമ്മളിത് തേച്ച് കൊടുത്താൽ നല്ല ശമനം കിട്ടുന്ന ഒരു ഓയിലാണ്. ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ഓയിലുണ്ട്. വൈകുന്നേരം വരെ തിളക്കും. 3-3:30 ആവും ഇത് ആവാന്. നല്ല മഞ്ഞ നല്ല മോളിൽ നല്ല കളറാവും. എന്നാലും അച്ചാറും ഉണ്ടാക്കുന്നുണ്ട്. പുളിയച്ചാറ്, കഞ്ഞി അച്ചാറ്, അങ്ങനെയുള്ള അച്ചാറുകളൊക്കെ നമ്മളൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്.
റൈസിന്റെ പുതാടി യൂണിറ്റിലെ അയൽക്കൂട്ടമാണ് ഈ സ്നേഹദീപം എന്ന് പറയുന്ന അയൽക്കൂട്ടം. ഈ പുതാടി യൂണിറ്റിലെ ഒട്ടേറെ സംരംഭങ്ങൾ ഈ രീതിയിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇതിന് വേണ്ടിയുള്ള സാമ്പത്തിക സപ്പോർട്ടുകൾ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അതിനുപരി നമുക്ക് ഇവർക്ക് എന്തെങ്കിലും സബ്സിഡി ഒന്നും നമുക്ക് കൊടുക്കാൻ സാധാരണ റൈസിന് സാധിക്കുന്നില്ലെങ്കിൽ പോലും ഈ തരത്തിലുള്ള ലോണുകളോ അല്ലെങ്കിൽ മിഷനറീസോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് ആരെങ്കിലും സ്പോൺസർ ചെയ്ത് ഇവർ പറയുന്ന പോലെ കൊടുക്കുവാണെങ്കിൽ ഇതിൽ ടൈം സ്പെൻഡ് ചെയ്യാനോ അല്ലെങ്കിൽ കൂടുതൽ ആൾക്കാരെ ഈ തൊഴിലിലേക്ക് എത്തിക്കാനോ നമുക്ക് സാധിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഒട്ടേറെ സംരംഭങ്ങൾ നമുക്കുണ്ട്. ഇവരുടെ അയൽക്കൂട്ടം തന്നെയാണെങ്കിൽ നമുക്ക് ശ്രേയസ് കൂടിയിട്ട് 11 വർഷം കഴിഞ്ഞു. അപ്പൊ അവര് ധനലക്ഷ്മി ബാങ്കിൽ നിന്ന് 10 ലക്ഷം രൂപ എടുത്തു, ശ്രേയസിൽ നിന്ന് 15 ലക്ഷം രൂപയോളം എടുത്ത് ഇങ്ങനെ നല്ല രീതിയിൽ ഇപ്പൊ നമ്മൾ ഇത് സെയിൽ ചെയ്യാൻ വേണ്ടി നമുക്കൊരു നല്ലൊരു ഷോപ്പ് ഉണ്ട്. അതിൽ ഈ മായമില്ലാത്ത രീതിയിൽ പിന്നെ ഇവര് മുളകറിയാണെങ്കിലും ഇഫ്താറി അങ്ങനെ വരുന്ന എല്ലാ സാധനങ്ങളും പൊതിച്ച് വളർത്തി അവിടെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ നടത്തും. അതുപോലെ തന്നെ കയറ്റുമതിക്കാണെങ്കിലും ഇവര് നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. വീട്ടുകളിലെ മീറ്റിങ്ങിനാണെങ്കിലും കൊണ്ടുവന്ന് അവിടെയാണെങ്കിലും സെയിൽ ചെയ്ത് ഒരു വരുമാനത്തിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ടും കുടുംബത്തിന്റെ ഒരു സാമ്പത്തിക ഭദ്രത നിലനിർത്താൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള സംരംഭങ്ങൾ കാണുമ്പോഴാണ് അത് സ്റ്റാഫുകൾ നിലയ്ക്ക് ഞങ്ങൾക്ക് ഏറെ സംഭവങ്ങളുണ്ട്. ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണയാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. മായം ചേർക്കാതെ ജനങ്ങൾക്ക് ഏറ്റവും നല്ല രീതിയിലുള്ള വെളിച്ചെണ്ണ കൊടുക്കുക എന്നുള്ളതാണ്. ലാഭത്തെക്കാളുപരി മായം കലർന്ന വെളിച്ചെണ്ണകളൊക്കെ മാർക്കറ്റ് ഇഷ്ടം പോലെയുള്ള ഇതൊരു മാതൃക എന്ന നിലയിൽ നല്ല വെളിച്ചെണ്ണ കൊടുക്കുക എന്നുള്ളത്. വെർജിനായിട്ട് തേങ്ങാപ്പാലിൽ മാത്രം ഉണ്ടാക്കുന്നത്. ഇത് നമ്മള് പിന്നെ ഈ ന്യൂ ബോൺ ബേബീസിനെ തേച്ച് കുളിപ്പിക്കാനും അവരെ പിന്നെ ചർമ്മം സംരക്ഷിക്കാനും ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ മുതിർന്നവർക്ക് തലയിൽ തേക്കാനും തേച്ച് കുളിക്കാനും പിന്നെ സ്കിന്നിനൊക്കെ വളരെ ഇതായിട്ടുള്ള ഓയിലാണ്. പിന്നെ നമ്മൾ ആമീസിന്റെ തന്നെ ക്യാരറ്റ് ഓയിൽ ചെയ്യുന്നുണ്ട്. അത് പിന്നെ അതും ഇതുപോലെ തന്നെ ചെറിയ കുട്ടികളെ തേച്ച് കുളിപ്പിക്കാനും പിന്നെ വലിയവർക്കും അതുപോലെ മുടി ഹെയർ ഗ്രോത്തിന് പിന്നെ ഉത്തമമായിട്ടുള്ള ഒരു ഓയിലാണ് ക്യാരറ്റ് ഓയില്. പിന്നെ മുഖത്തെ കറുത്ത പാടുകള്, പിന്നെ കുരുക്കള് വന്ന പാടുകള്, പിന്നെ അലർജി, പിന്നെ നമ്മളെ അടുക്കളയിൽ ചെറിയ പൊള്ളലൊക്കെ വന്നാൽ അതിന് തേച്ച് കൊടുക്കാനൊക്കെ നല്ലതാണ്. വെർജിൻ ഓയിലിൽ റോസ്മേരി ഇട്ടിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഓയിലാണിത്. റോസ്മേരി ഓയിൽ ഇതും മുടി തീരെ കൊഴിഞ്ഞു പോകുന്നവർക്കും മുടി തീരെ ഇല്ലാത്തവർക്കൊക്കെ പുതിയ മുടി മുളയ്ക്കാനും വേണ്ടിയിട്ടൊക്കെ ഇത് യൂസ് ചെയ്യും. നല്ലതാണ്, നല്ല റിസൾട്ട് ഉള്ള. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. മറ്റൊരു യുവ സംരംഭകരുമായി വീണ്ടും വരുന്നതുവരെ നന്ദി.